ഹലോ ഗായ്സ്, യുവഗെയിമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. നമ്മളിന്ന് ലെറ്റ്സ് പ്ലേ. ഓക്കെ, കളിക്കാൻ ലെറ്റ്സ് പ്ലേ മൈൻക്രാഫ്റ്റ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടില്ല ബെല്ലൈക്കനും കൊണ്ടാണ് എനേബിൾ ചെയ്യുക ഗായ്സ്. മരം കാര്യങ്ങളൊക്കെ വെട്ടി എടുക്കുകയാണ് ഞാൻ. ബെഡ്റോക്ക് എഡിഷനും കാര്യങ്ങളൊക്കെയാണ്, മൊബൈലും കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത് തന്നെ. PC ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്ലാങ്സ് ഒക്കെ എടുക്കണം. ഒരു ക്രാഫ്റ്റ് ലാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് നിർമ്മിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ഓക്കെ, ഒരു ആക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആക്സ്, പിക്ക് ആക്സ് അങ്ങനെയൊക്കെ നമുക്ക് വേണമല്ലോ. ഓക്കെ, എല്ലാവരും 100 സബ് ആക്കി തരിക ഗൈസ്. ബാക്കി മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ആവശ്യം വരുമല്ലോ. ഗൈസ്, നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങൾ പറയുന്നത് ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കളിക്കുന്നതാണ് കേട്ടോ. മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ പറയാം. നമ്മളതും കാര്യങ്ങളും കളിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളൊക്കെ ഉണ്ട് ഇവിടെ. കോളും കാര്യങ്ങൾ നമുക്ക് ഒരു കോള് കിട്ടിയിട്ടുള്ളൂ. ബാക്കി സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ. സ്റ്റോൺ എടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ എടുക്കണം. ശരിക്കും മൈൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാൻ മൾട്ടിപ്ലെയർ ആക്കാനാണ് നോക്കിയത്, പക്ഷെ അവിടെ കറക്റ്റ് ആവുന്നില്ല. അടിയിൽ അയണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അയൺ കുറച്ച് സ്റ്റോൺ ഇട്ടിട്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, സ്റ്റോൺ പിക്കാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഫ്രീ ഫയറിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. എല്ലാവരും ലൈക്ക് അടിച്ചോ, സബ് ചെയ്യുക. നമ്മൾ അയണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കോളും കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാത്രി വെട്ടം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാർജ് ഇല്ല ഗൈസ്, ഫോണിൽ 5-6 അയണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. കോളും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് കീബോർഡ് മൗസും വെച്ച് കളിക്കുകയാണെങ്കിലും ഒരു PC കളിക്കുന്ന മാതിരി കളിക്കുക. പക്ഷെ ഇപ്പൊ കീബോർഡ് മൗസും ഫോണിൽ കണക്റ്റ് ആവണില്ല. ഓക്കെ, എന്തായാലും സെറ്റ് ആക്കുക വീഡിയോയും കാര്യങ്ങളൊക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി ഗൈസ്. നമ്മള് ഡെയിലി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഗൈസ്, ഈ രാത്രി ആകുമ്പോഴായിരിക്കും പോയാൽ നമ്മൾ ബെഡും കാര്യങ്ങളൊന്നും ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല, കാരണം ഷീപ്പും കാര്യങ്ങളൊന്നും കാണാനില്ല. എന്താ ചെയ്യാ, കോൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ കോൾ ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അടിയിലൊരു കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുക്കണില്ല. നമ്മള് ഇത് വെച്ച് എന്താ സോല് വെച്ച് പൊട്ടിച്ചാല് നമ്മളിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടലുണ്ട്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ പേരും കാര്യമൊന്നും അറിയില്ല. ഓക്കെ, ഇവിടെ പശു ഇരിക്കണേ. അതെന്ത് ഞാൻ പൊട്ടനാക്കണേ. അപ്പൊ ഞാൻ പൊട്ടണേ പിടിക്കുന്ന ദൈവം കാണിക്കണേ. ഓക്കെ, നമ്മളവന്റെ വേണങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക ഗൈസ്. ഷീപ്പിനും തന്നെയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷീപ്പിനെ കാണാൻ എന്നാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി രാത്രിയായ അത്തം പോയി. ഷീപ്പ് കാലൊക്കെ തന്നെ നോക്കാണ്.
ഇതുവരെയായിട്ട് നമ്മള് ഡെഡ് ആയിട്ടില്ല. ഓക്കെ, സാധാരണ ഈ സമയമാകുന്നതിന് മുമ്പ് ആരെങ്കിലും കൈ കൂടെ ഡെഡ് ആവുന്നതാണ്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ അറിയാതെ അടിയിലോട്ട് ചാടും, അപ്പൊ ഡെഡ് ആവുന്നതാണ്. അതേതാ പുതിയ ഭയവുമാണ് തോന്നുന്നത്. അതിനപ്പുറം കാണുന്നില്ലല്ലോ. അല്ല, മലയാണോ? മലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത് തോന്നുന്നു. ആണ്, ഓക്കെ. അടിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ മലയുടെ ടോപ്പിലാണ് തോന്നുന്നത്. നമുക്ക് പരമാവധി അടിയിലോട്ട് ചാടാതെ നോക്കണം. ചാടിയ പണിപാളി. ഓക്കെ, അപ്പുറത്ത് അയണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം? ഞങ്ങൾ സ്ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഷവലും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഓക്കെ, ഷവലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്. ഇവിടുന്ന് ഡേട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. എല്ലാവരും സബ് അടിക്കുക ഗൈസ്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. പാർട്ട് 2 എല്ലാം വരും. പേടിക്കണ്ട. സംഭവം ലാഗ് അടിക്കുന്നുണ്ടോ? പോയിക്കോട്ടെ. ഡേട്ടും കാലം നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഡേട്ടും കാലം കിട്ടി നമുക്ക് ചാടാതെ അതിൻ്റെ അടുത്ത് വരെ എത്തണം. അതിന് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടെന്നാലും അതിൻ്റെ അടുത്തോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രോ ചെയ്ത് പോയില്ലെങ്കിൽ നിലത്തോട്ട് ഞാൻ എന്തായാലും വീഴും. അത്രയും 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ക്രോ ചെയ്ത് പോകണം. ഓക്കെ, കുറച്ച് താഴെ പോയല്ലോ. നേരെ അടിയിലോട്ട് പോയാലോ? ഓക്കെ, നമ്മൾ അടിയിലോട്ട് ചാടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ 8 ഡേട്ടും കാണാനൊക്കെ ഉള്ളൂ ഗൈസ്. മഴയിലോട്ട് ചാടിയാൽ കത്തം മതി. ഓക്കെ, കാരണം അടി സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്. ഒരു സൈഡിൽ മാത്രമാണ് വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളത്. ചത്ത ലൂട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ അതിനൊക്കെ പോകും ഗൈസ്. ചത്തു. എന്റെ മോനെ ഗൈസ്, ചത്തിട്ടില്ല. നമ്മള് ചത്തിട്ടില്ല, നമ്മള് നേരെ വെള്ളത്തിലോട്ടും കാര്യങ്ങളൊക്കെ വന്നു ഗൈസ്. എന്താ ചെയ്യാ? നമ്മള് മേളിലോട്ട് വീണ്ടും കയറണം. എന്താ ഇപ്പം ഇങ്ങനെ കേറും ഗൈസ്. നമുക്ക് ഇവിടുന്ന് സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ കയറേണ്ടി വരും മിക്കവാറും. അവിടെ ചെറിയ ഷീപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനെ ഒന്നും ബോള് കിട്ടില്ല. അപ്പൊ മേലെ എവിടെയെങ്കിലും വലിയ ഷീപ്പ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെട്ടിയെടുക്കുകയാണ്. സ്റ്റോൺ എടുക്കുകയാണ്. ഓക്കെ, ഇരുട്ടായിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം ഇരുട്ടായി വന്നിട്ടുണ്ട്. വീണ്ടും റെസ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് നമ്മള് ഇവിടെ ലൂട്ടും കാര്യങ്ങളൊക്കെ നോക്കണം. എന്തായാലും കിട്ടുമെന്നറിയില്ല. നേരോട്ട് കാരനെല്ലാം പോയി ഗൈസ്, സങ്കടമായി. ഓക്കെ, ഇത് തന്നെയാണ് സ്ഥലം. നമ്മൾ കുറച്ചു നേരം തപ്പിയിട്ടാണ്. ഓക്കെ, സ്ഥലം കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട്. ഇതന്നെ ചിലപ്പോൾ ബോറായിട്ടായിരിക്കും. അതും കൂടെ കൂട്ടി ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മള് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി മേലോട്ട് കയറണം, അതാണ് ടാസ്ക്. നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഗൈസ്. മേലെ ഒരു 5-6 ഷീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ള ഇത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ,
നമ്മൾ ഏകദേശം ടോപ്പിലെത്താനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് പോയി നമുക്ക് സൈഡിലോട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയണ് ഇവിടെ അടുത്താണ്. ഓക്കെ, നമ്മൾ അയനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ അയണ് വെട്ടിയെടുക്കാനായിട്ട് നമ്മൾ അടിയിലോട്ട് വളരെ ചാടിപ്പോയി. അവിടെ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് അയണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെയും കുറച്ച് തോന അയണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരയണും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ അതും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് മേലോട്ട് കയറണം. അതാണ് അടുത്ത ടാസ്ക് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കുറച്ച് വലിയ ടാസ്ക് ആണ്. അവിടെ ഒരു ഷീപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഞാൻ ഈ സംഭവം ചത്തത് ഇവിടെ സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. ഞാൻ മേലോട്ട് കയറിയപ്പോൾ സ്കെൽട്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ട് നേരെ അടിയിലോട്ട് എത്തി. അതാണ് ഉണ്ടായത്. ഓക്കെ, ഇനി മിക്കവാറും സ്കെൽട്ടൺ തന്നെ കാണും. അതിനെ തല്ലിക്കൊല്ലാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് എന്തായാലും മേലോട്ട് കയറുക. അപ്പോൾ ടോട്ടൽ 14 അയണും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നമ്മളത് സ്മെൽറ്റ് ചെയ്ത് ഇങ്കറ്റും കാര്യങ്ങളൊക്കെ ആക്കാനുള്ളതാണ്. ഓക്കെ, ഒരു ഷീപ്പ് സൈഡിലുണ്ട്. ഇവിടെ ഏതോ ഒരു സൈഡിലായിരുന്നല്ലോ. ഈ സൈഡിലാവാനാണ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ്, ഓടിക്കോടാ മോനെ. ചത്തു 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 ചത്തു. എന്താണിത്? ചത്തു. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓക്കെ, നമ്മള് രക്ഷപ്പെട്ടു ഗൈസ്. രക്ഷപ്പെട്ടു. സാധാരണ എല്ലാവരും വീടുണ്ടാക്കലാണോ ആദ്യം തന്നെ? ഞാൻ വീടുണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അത് അടുത്ത എപ്പിസോഡും കാര്യങ്ങളൊക്കെ നോക്കാം. വീടുണ്ടാക്കലൊക്കെ ഞാനിപ്പോൾ വീടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. തൽക്കാലം പിന്നെ അടിയിലോട്ട് ഒരു കുഴിയും കുഴിച്ച് ഞാൻ അടിയിലൊരു ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് റീസ്പോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അതോടെ നമ്മൾ ഈ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തും. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, ബാക്കി നാളെ വരുന്നതാണ്. റീസ്പോണും കാര്യങ്ങളൊക്കെ